എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 32-ാം അധ്യായം 1-ാമത് വാക്യം. അങ്ങനെ ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയതുകൊണ്ട് ഈ 3 പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി എന്നുള്ള വചനമാണ്. ജീവിതത്തിനകത്ത് തന്നെത്താൻ നീതീകരിക്കുകയും താൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണ്, വലിയവനാണ്, ഭക്തനാണ്, നീതിമാനാണ്, കഴിവുള്ളവനാണ് എന്നൊക്കെ തോന്നുന്ന അനവധി വ്യക്തികളെ ഈ കാലഘട്ടത്തിലും ഈ ലോകത്ത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ പരീശനായ ഒരു മനുഷ്യനെക്കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാനായി താൻ കടന്നു വന്നതാണ്. തന്റെ പ്രാർത്ഥനാ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലെന്നും ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുകയും നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുകയും ചെയ്തു വരുന്നു എന്നുമൊക്കെ താൻ തന്നോട് തന്നെ പറയുന്നതായ വാക്കുകൾ ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. ഈ പരീശന്റെ പ്രാർത്ഥനാ വാക്കുകൾക്കകത്ത് താനാണ് ഏറ്റവും പ്രാപ്തൻ, ഏറ്റവും വിശ്വസ്തൻ, ഏറ്റവും ദാനധർമ്മി, ഏറ്റവും കഴിവുള്ളവൻ എന്നൊക്കെ പറയുവാൻ പരിശ്രമിക്കുന്ന വാക്കുകളാണ് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ആ മനുഷ്യൻ നീതീകരിക്കപ്പെടാതെ ഭവനത്തിലേക്ക് പോകുമ്പോൾ എന്നേക്കാൾ മറ്റുള്ളവർ ശ്രേഷ്ഠരാണെന്ന് പറഞ്ഞ ചുങ്കക്കാരൻ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവനായി കടന്നുപോകുവാൻ അവന് സാധിച്ചു എന്നും ആ ദൈവവചന ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നാം നമ്മെ തന്നെ ഉയർത്തുന്നവരും നാം ആണ് ഏറ്റവും ശ്രേഷ്ഠരെന്ന് ചിന്തിക്കുന്നവരുമായി തീരാതെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് മറ്റുള്ളവരെ എണ്ണുവാൻ മനസ്സ് വയ്ക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകം 32-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇയ്യോബിനോട് താൻ അനീതി ചെയ്തിരിക്കുന്നു എന്നും മനുഷ്യനും ദൈവവും തന്നെ കൈവിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും തന്റെ മനസ്സാക്ഷിയുടെ മണ്ഡലത്തിൽ നിന്ന് താൻ തന്നെ തന്നെ വിചിന്തനം ചെയ്യുമ്പോൾ താൻ ദൈവത്തിന്റെ സന്നിധിയിൽ അനീതി ചെയ്തിട്ടില്ല എന്ന് തനിക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു പശ്ചാത്തലവും ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ മുമ്പിൽ നാം ഏറ്റവും വലിയവരാണ്, ശ്രേഷ്ഠരാണെന്ന് കണ്ടെത്തുകയല്ല. നേരെ മറിച്ച് ദൈവത്തിന്റെ മുൻപിൽ നാം എങ്ങനെ ഇരിക്കുന്നു എന്ന്
നമ്മെ തന്നെ പരിശോധിച്ചുകൊണ്ട് ഓരോ ദിവസങ്ങളും മുൻപോട്ടു പോകുന്നെങ്കിൽ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരായി തീരുവാൻ നമുക്ക് സാധിക്കും. അതിനായി നമ്മെ സമർപ്പിക്കുന്നവരും ആ നിലവാരത്തിലുള്ള ഒരു കണ്ടെത്തലിൽ എത്തിച്ചേരുവാൻ നമുക്ക് കഴിയേണ്ടതിനും നമുക്ക് പ്രയത്നിക്കാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളെ തന്നെ നീതീകരിക്കുന്നവരായിട്ടല്ല, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ സ്വശോധന ചെയ്ത് ദൈവസന്നിധിയിൽ കുറ്റമറ്റവരായി നിലനിൽപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.